നീണ്ട 6 മാസത്തെ UK ജീവിതത്തിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക്. അച്ഛൻ എന്തായാലും സർപ്രൈസ് ആവും. ക്യാപ്ചർ ദ മൊമെന്റ്. ഓക്കെ? അല്ല, ഈ 6 മാസമൊക്കെ ഒരു നീണ്ട കണക്കാണോ? പിന്നെ അച്ഛൻ എന്നെ പിരിഞ്ഞിരിക്കാനേ പറ്റില്ല. പിന്നെ അച്ഛൻ എന്നെ കണ്ട് ഞെട്ടിക്കും തന്നെ ബാക്കിൽ നിന്ന് പറഞ്ഞു. ആര്? ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയെ. കമൺ ഫാസ്റ്റ് ലഗേജ് ഒന്നും എടുക്കണ്ട. അയ്യോ പപ്പ എന്തുപറ്റി? ഓ ഡെഡ്ലി റിയാക്ഷൻ. അവിടുന്ന് ഫ്രഞ്ചൈസ് ഓട്. എന്തിന്? കൃത്രിമ ശ്വാസം കൊടുറാ. നീ എന്തിന് ഇന്ത്യയിൽ കാലുകുത്തി? എന്റെ അച്ഛന് വേണ്ടി. ഈ വീട് 20 ലക്ഷം രൂപയ്ക്ക് ലോൺ വെച്ചിട്ടില്ലടാ നീ UK നാട് നടത്തിയത്. പിന്നെ എന്തോ തൊലിക്ക ഇങ്ങോട്ട് എഴുന്നള്ളിയത്? സർപ്രൈസ്. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ. കൂട്ടും ഞാൻ നിന്നെ. എനിക്ക് പറ്റുന്നില്ല അവിടെ. എന്ത്? അവിടെ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ജോലിയാണോ വെച്ചാ? ചെയ്യണം. ഇവിടെ ഒരു പണിയില്ലാതെ പഠിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പിന്നല്ലേ ജോലി ചെയ്ത് പഠിക്കുന്നത്? എന്റെ വീടും ബാങ്കിൽ വെച്ച് മൂഞ്ചിച്ചിട്ട് ഇവിടെ കയറി സൂയിക്കാന്നാണ് നിന്റെ വിചാരമെങ്കിൽ കള്ള നായിന്റെ മോനെ കൊന്നു കുഴിച്ചു മൂടും ഞാൻ. ഡാഡ്, is this you? This is me. ഇവനെപ്പോഴാ അടുത്ത ഫ്ലൈറ്റ്? ഉടനെ ഉണ്ടാവും അങ്കിൾ. നാളെ 10 മണിക്ക് ശേഷം ഇവനെ ഇന്ത്യയെ കണ്ടാ നിനക്കൊക്കെ റെഡ് അലേർട്ട് ആയിരിക്കും കേരളത്തിൽ. പോട്ടേടാ UK മോനെ. ഏതായാലും വന്നേലേ, ഊണ് കഴിച്ചിട്ട് പോയാ പോരെ. മണ്ണ് വാരി ഇടിഞ്ഞാൻ ഓച്ചയ്ക്ക് വേദനിക്കൂടാ. അങ്ങനെ അത് പൊങ്ങുന്നോ? ഏത്? അല്ല, പ്രായമായില്ലേ? എടാ നിന്റെ അച്ഛൻ ഇവിടെ പണിക്കാൻ നേരത്ത് അങ്ങേർക്ക് 85 വയസ്സുണ്ടായിരുന്നു. അങ്ങേര് കിടപ്പിലായപ്പോ തന്ന വാക്കാ നിന്നെ ഇവിടെ പണിക്ക് നിർത്താന്ന്. ഓ, പറച്ചിലേട്ടത്തൊന്നും മുഖ്യന്റെ പദവിയാണ്. എനിക്ക് ഇങ്ങനെ കന്യാസ്ത്രീയായിട്ട് ജീവിക്കാൻ. കന്യകൻ അത് തന്നെ. നീ അച്ഛൻ്റെ അടുത്ത് പറ നിനക്ക് പെണ്ണോട്ടണോ? അങ്ങനെ ഒരു അറ്റൻഷൻ തരണ്ടേ? ഒരു പാട്ടും പാടി അങ്ങ് ചെന്നോക്കെ. എന്റെ അപ്പക്കൊരു മരുമോൾ വേണം, എന്റെ ഉമ്മക്കൊരു മോള് വേണം, എനിക്കൊരു വൈഫിനെ വേണം, തരുമോ ആരേലും. എന്തർത്ഥവത്തായ വരികളല്ലേ? ഇപ്പൊ പറഞ്ഞത് ഇനി പറയല്ലേ, ഇനി മേലെ പറയല്ലേ. നിന്റെ ചോര കൊണ്ട് ഞാൻ ഇവിടെ നടനമാടുവേ. ബ്രില്യന്റ്. കാര്യമേ അല്ല, കാര്യസ്ഥ ആ ചെത്തിയെടുത്ത് തന്നെ ഒന്നുകൂടെ ചെത്ത്. എന്തിനാ മോനെ കിണറൂട്ടാൻ? അച്ഛാ, വീട്ടിലേക്ക് സാധനം വല്ലതും വേണം. കാര്യം പറ. കാര്യം പറ. കല്യാണം കഴിക്കണം. മൂത്രം കഴിക്കണമെന്ന്? കല്യാണം കഴിക്കണമെന്ന്. എന്റെ പൊന്നു മോനെ, നിന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. മാറി. 23 വയസ്സായി. 23 വയസ്സായവന്റെ ജെട്ടി ഞാനല്ലേ ഇന്നലെ കഴിവിട്ട്. ഇനി നീ കല്യാണം കഴിച്ച അവളുടെ അടിപ്പാവടം കൂടെ ഞാൻ കഴിവണോ? അങ്ങുന്നേ. എന്ത് നീ കഴിവോ? അതല്ല, കുഞ്ഞിനെ അങ്ങനെ പറയാതെ, അതിന് വിഷമമാവും. അതാടാ പറഞ്ഞ, നിനക്ക് പക്വതയായിട്ടില്ല. ആയി. ഇന്നലെ തന്നെ കടയിൽ പോയി സാധനം മേടിച്ചിട്ട് ബാക്കി പൈസക്ക് മുട്ടായി വാങ്ങാൻ ഞാൻ തിരിച്ചു കൊണ്ട് തന്നില്ലേ? അതാണാ പക്വത എന്നും പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ കാർട്ടൂൺ കാണത്തില്ലല്ലോ. അച്ഛന്റെ പൊന്നാര. വൈകിട്ട് അച്ഛൻ ബീച്ചിൽ കൊണ്ടുപോവേ, കടലയും വാങ്ങിത്തരാം. ചെല്ല്. ഉണ്ടാക്കി പോവല്ലേ. അതെ, നിങ്ങളുടെ സ്ഥാനാർത്ഥി വൻ പരാജയം നേരിട്ട് നിൽക്കുവാണല്ലോ. നിങ്ങളെ നേതാവ് തൂക്കുന്നായിരുന്നല്ലോ ഇലക്ഷന് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, തൂക്കും എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ അക്ഷരം ഒന്ന് മാറി, തോക്കും ചിലപ്പോഴൊക്കെ. എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ ഈ റംബൂട്ടാൻ അത് നിങ്ങളുടെ ചിഹ്നമായിട്ട് എടുത്തത്? അത് നേതാവിന് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവന്മാര് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അവന്മാരിക്കകത്തോട്ട് വിളിച്ചേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ നാസറിന്റെ മോളുടെ വയറ് കാണലിന് പ്രചരണത്തിന് പോയപ്പോ അവിടുത്തെ തള്ള MLA വരുന്നേന്ന് പറഞ്ഞത്. എടാ മണ്ടകൊണാപ്പി, അന്ന് മഴയായിരുന്നു, ചെളി തെറിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് മെല്ലെ വരണേ എന്ന് പറഞ്ഞതാ. അല്ലാതെ MLA വരുന്നേന്ന് പറഞ്ഞതല്ല. വെറും നാണം കെട്ട തോൽവിയാണല്ലോ തോറ്റിരിക്കുന്നത്. തോക്കുന്നെങ്കിൽ ഇങ്ങനെ തോക്കണം, അതാണ് എനിക്ക് പറയാം. നിങ്ങളെ നേതാവ് ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഇങ്ങനെ നടക്കും. അല്ല സാർ, എന്തൊക്കെ അറിയണം? ഇങ്ങോട്ട് വാ. അതെ റംബൂട്ടാനെ, പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. ചാനലാരും പിടിച്ച് പൊളിച്ച് ചവച്ച് തുപ്പി വിടും. മൊത്തത്തിൽ ഇപ്പൊ എനിക്ക് എത്ര വോട്ട് കിട്ടി? 10-60,000 ജനങ്ങളുള്ള ഈ മണ്ഡലത്തില് താങ്കൾക്ക് 500 വോട്ട്. എന്തായാലും നേതാവ് സെഞ്ചുറിക്ക് മേലെ വോട്ട് പിടിച്ചില്ലേ? ഇലക്ഷനും സെഞ്ചുറിയും തമ്മിൽ എന്തുവാടാ ബന്ധം? 100 കഴിഞ്ഞാൽ സെഞ്ചുറി അല്ലേ? ഈ വിവരദോഷിയൊക്കെ പാർട്ടി കയറ്റിയവനെ അടിക്കണം. ഈ റംബൂട്ടാൻ ചിഹ്നം തന്നെ ഒരുമാതിരി ചൊറി പിടിച്ച കോൺസെപ്റ്റ് ആയി പോയി. ഈ റംബൂട്ടാൻ കണ്ട ആർക്കാണൊന്ന് പിച്ചാൻ തോന്നാത്ത? എടാ, അത് മരത്തിൽ നിൽക്കുമ്പോ ഈ ചിഹ്നമായിട്ട് കാണുമ്പോ നമുക്കൊരു ചൊറി ഫീൽ അടിക്കും. അതിന്റെ കൂടെ നിന്റെ ഫോട്ടോയും ചൊച്ചൊറിയും. നമുക്കൊന്നുകൂടി ഈ വോട്ടുകളൊക്കെ ഒന്ന് എണ്ണാൻ പറഞ്ഞാലോ? തെറ്റ് പറ്റിയിട്ടുണ്ടാവോ അവർക്ക്? മോനെ, 1, 2, 3 വോട്ടിനല്ല തോറ്റത്. എങ്ങനെ എണ്ണീട്ട് 400 സംതിങ് വോട്ടേ ആവുന്നുള്ളൂ. നാണക്കേട് വിചാരിച്ച് അവർ 500 റൗണ്ട് ആക്കി പുറത്തു വിട്ടേ. ഇനി വോട്ടിന്റെ എണ്ണം കൂട്ടണമെങ്കിൽ എണ്ണ അറിയാത്ത എവ എണ്ണണം. 5 എത്രടാ? 55. കണ്ടാ, നീ ജയിച്ച്. ഒരു പ്രചരണം എന്നും പറഞ്ഞ് എന്തൊക്കെ അവരാതോടാ കാണിച്ചു കൂട്ടിയത്. രാവിലെ ഷെഡ് ഇടാതെ ഷെഡിൽ കളിക്കാൻ പോകുന്നു, വിളിക്കാത്ത കല്യാണത്തിന് പോയി ഉണ്ടെന്ന്. ആ കലാശക്കൊട്ടിന് കൊടിയിട്ട് ഇറക്കി 2 ദിവസവും ഞാൻ കൊഴുതിട്ട് വീട്ടിലിരുന്നു. ഇനിയിപ്പോ കൊലയൊക്കെ വെട്ടി വീട്ടിലങ്ങ് കൂടാം. പാർട്ടി നിർബന്ധിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ ഞാൻ തയ്യാറായിരുന്നു. നീ മുഖ്യ വേറെ വല്ല ആയ
എന്നെ കൊണ്ട് പറയിക്കല്ലേ. എന്തടാ എടാ എന്റെ കൂടെ വാടാ. പിതാവേ, പിതാവാ? തമിഴ്നാട്ടിൽ നമ്മുടെ അണ്ണൻ തന്നെ CM. 10 പടത്തി അഭിനയിച്ചിട്ട് ഇലക്ഷനിലോട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. വേണ്ട, എന്നിട്ട് വേണമെങ്കിൽ അതുകൂടെ പൊട്ടാൻ. പൊട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴാ വാങ്ങിച്ചു വെച്ച പടക്കമൊക്കെ എന്ത് ചെയ്യും? നാട്ടുകാർ അറിഞ്ഞു പൊട്ടിയത്, ഇനി പടക്കം പൊട്ടിച്ച് അറിയിക്കണ്ട. അല്ല, സൂക്ഷിച്ചു വെച്ച അടുത്ത ദീപാവലിക്ക് എടുക്കാമല്ലോ. ദീപാവലിക്കൊക്കെ ഇനി സമയമുണ്ട്, അപ്പോഴത്തേക്ക് തണുക്കും നീയും പടക്കവും. 2 ഇന്നോവ കാറാ ബുക്ക് ചെയ്തേക്കുന്നത്. മൂന്നാർ നല്ല ക്ലൈമറ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. കുടുംബസമേതം വിട്ടോ, കറങ്ങിയിട്ടൊക്കെ വന്നാൽ മതി. താഴേന്ന് നോക്കിയപ്പോ 1ാം സ്ഥാനം ഉണ്ട്. 2 കൂട്ടം വെച്ചോ? ഞാൻ പോന്നു. റംബൂട്ടാനും പിടിച്ച ആ പാർട്ടി ഓഫീസിന്റെ പരിസരത്തോട്ട് കാണണ്ട. പായസം വീട്ടിൽ എത്തിച്ചിരുന്നാ മതിയേ. ഇതന്നല്ലേ വീട്. ജോലി കഴിഞ്ഞ നമ്മൾ ഇവിടെ വന്ന് കയറുന്നു. അപ്പൊ ഇതായിരിക്കുമല്ലോ വീട്. അതെ, സ്ത്രീധനത്തിന്റെ കാര്യമില്ല ഞാൻ സംസാരിച്ചോ. സ്ത്രീധനൊന്നും വേണ്ട. പിന്നെ പെണ്ണിന്റെ അച്ഛൻ പെണ്ണിന് എന്ത് കൊടുക്കും? അത് മതി എനിക്ക്. അന്തസ്സുള്ളവൻ. ആരാ? വൈഷ്ണവിയുടെ അച്ഛൻ. അതെ, താങ്കളുടെ മോള് തന്നെയല്ലേ വൈഷ്ണവി? ആണ്. അതായത് വൈഷ്ണവിയുടെ അമ്മയുടെ ഭർത്താവ് തന്നെയല്ലേ താങ്കൾ? ആണടാ. ആ, അപ്പൊ 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കറക്റ്റ്. ബാ, നമുക്ക് അത്തിരുന്ന് സംസാരിക്കാം. എനിക്ക് പിടി കിട്ടണില്ല. എവിടെയാ കിട്ടാഞ്ഞ്? നിനക്കാണോ ചോദിക്കുന്നു? സോറി, ഭാര്യയുടെ കൂടെ തന്നെയാണോ താമസം? അല്ലടാ, അപ്പത്തെ വീട്ടിലെ ചന്ദ്രന്റെ ഭാര്യയുടെ അവിടെ. സോറി. നിനക്കൊക്കെ എന്താടാ വേണ്ടത്? വന്ന കാര്യത്തിലോട്ട് കടക്കാം. താങ്കളുടെ മകൾ ഓഫീസിൽ പോകുന്ന വഴിക്ക് ഇവന് കണ്ട് ഇഷ്ടപ്പെട്ടു. അവളോട് പോലും ചോദിക്കാതെ നേരെ അച്ഛൻ്റെ അടുത്ത് ഒന്നാണ് ചോദിക്കുന്നത്. അത്രയ്ക്ക് അന്തസ്സുള്ളവരാ ഞങ്ങള്. അല്ല, അതിനൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സഞ്ജു സർ കപ്പൽ ഡേയ്സ് ചടങ്ങ് ലാഭിക്കാൻ വേണ്ടി ഞങ്ങൾ കപ്പലിന്റെ വരെ കൊണ്ടുവന്നേ. മുടുങ്ങ. ഇത് സ്ത്രീധനത്തിൽ കൂട്ടണം കേട്ടോ. അതല്ല, അവള് ദുബായി പോകാൻ നിൽക്കും. അവളുടെ ദുബായിലൊക്കെ പോയിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ? അവള് ദുബായിൽ അക്കൗണ്ടന്റ് ആയിട്ടാ പോകുന്നത്. വാവ്, അക്കൗണ്ടന്റോ? അവള് സ്കിൽ മൗണ്ട് 4 മാസത്തെ ഓൺലൈൻ അക്കൗണ്ടിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുക. സ്കിൽ ഉണ്ടോ? അതുമത്തെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ദുബായ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയ KHD ആണ്. പിന്നെ അവർ സ്റ്റുഡൻസിന് പേഴ്സണൽ മെന്ററിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എന്റെ മരുമോനും ദുബായിലുണ്ട്. അപ്പൊ സൗകര്യമായല്ലോ. കല്യാണം നമുക്ക് ദുബായി വെച്ച് നടത്താം. വാ. മരുമോനെന്ന് പറയുമ്പോ മോളുടെ ഭർത്താവില്ലേ? ഇയാൾക്കതിന് ഒറ്റ മോളല്ലേ? അപ്പൊ വൈഷ്ണവിയുടെ കെട്ട് കഴിഞ്ഞു. അതല്ലടാ, നിന്റെ അടുത്തൊക്കെ പറയുന്ന ഒരു പ്രശ്നമുണ്ടെന്ന്. അല്ല, ഇപ്പൊ മരുമോന്റെ അടുത്ത് പറഞ്ഞാൽ പുള്ളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. സ്കൂളിൽ പോയ വിവരം പോലും ഇല്ലടാ. ഇറങ്ങിപ്പോടാ. നമ്മള് കൊറോണ ബാച്ചായിരുന്നു. ബാബുവ ഇവക്ക് കഴുത്തി താലിയിട്ട് നടന്നോട്ട്. മാമോയ്, നിങ്ങളെ മോളെ എവിടെ പോയിന്നാ പറഞ്ഞേ? അമ്പലത്തി കുമ്പളപ്പം. അയ്യോ, അത് ഇവിടെ ഇല്ല. നിങ്ങളെ മോളൊരു കുമ്പളപ്പായിട്ട് വരുന്നുണ്ട്. ഇതെന്താന്ന് നോക്കി. ഇതെന്തുവാ ഇത്? തന്നെ മൊത്തം മാമ. നിന്നോടാ ഞാൻ ചോദിച്ചത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. കഴിഞ്ഞെങ്കിൽ നീ അവന്റെ വീട്ടിൽ പോണോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവളെ കൊണ്ട് വീട്ടിൽ ചെന്നപ്പോ അപ്പച്ചൻ പറഞ്ഞ ഇറങ്ങടാ പോയത്. പെട്ടെന്ന് വിളിക്കാത്തല്ലാണ്. തണ്ണിമത്ത് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു. ചൂടായോണ്ടായിരിക്കും. ഇയാളെ മോളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നേ. എന്തൊക്കെയായിരുന്നു മോളെപ്പറ്റി? വീട് വിട്ട അമ്പലം, അമ്പലം വിട്ട വീട്. ആരെ നോക്കത്തില്ല, താഴെ നോക്കിയേ നടക്കൂ. ഇപ്പൊ എന്താ പറ്റി? മേളോട്ട് നോക്കിയേ? ഇറങ്ങി പോടാ. എന്റെ പൊന്നു മോനെ, പണ്ടേ ഞങ്ങളൊരു മാങ്ങ പറിക്കാൻ വന്നപ്പോ ഈ പറയാൻ അല്ലെങ്കിൽ കർണൂര് പറയും കൊച്ചിനെ കാണാൻ വന്ന് നിൽക്കുക ഞങ്ങളൊന്നും. ഈ പഞ്ചായത്തിൽ ഒരുത്തന്നെ ഈ കൊച്ചിന് മോന്നിട്ടില്ല. നിന്റെ പേരെന്തുവാ? സണ്ണി. കയ്യിലെന്തുവാ? തണ്ണി. പള്ളി. എടാ, എന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണോ? എന്റെ പൊന്നു മോനെ, നിനക്ക് ഞാൻ എന്റെ ഇളയ മോളെ കെട്ടിച്ചേരാം. അവൾ ഇവിടെ കണക്കല്ല, വീട്ടിന്റെ പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ല കേട്ടോ. മല്ലികേ, മല്ലികേ, കണ്ട വിളി പോലും കേൾക്കുന്നില്ല. തന്റെ മോളല്ലേ? അവളെ അടുക്കള വരിയിലൊക്കെ എണ്ണത്തെ പോയിട്ട് ഓടിക്കാണും. അല്ല, നിങ്ങൾ ചേട്ടന്റെ വീട്ടിൽ കയറ്റിയില്ലേ? ഇല്ല, ഇന്റർ കാസ്റ്റ് മാരേജ് ആയിരുന്നു. ഓ, രജിസ്റ്റർ മാരേജ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അച്ഛാ, പൊറുക്കണം. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് പെറുക്കാനില്ലേ? പൊറപ്പിക്ക. തണ്ണിക്കുട്ട, കേറി വാ. വാ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇനി നോക്കിക്കൊണ്ടിരുന്നു. പോട്ടെ പൊട്ടെ. സാർ, സാർ, ഞങ്ങളുടെ പുതിയ പ്രൊജക്ട് റെഡി ആയിട്ടുണ്ട്. കൈനോട്ടത്തെ പോലെ ഏലിയനായിട്ട് സംസാരിക്കുന്ന ഫോണായിരിക്കും. സാർ, അതവിടെ ടവറിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ. ഇതൊരു ഹ്യൂമൻ ടൈപ്പ് റോബോട്ടാണ്. റോബോട്ടോ? അതെ സാർ, അതുകൊണ്ടാണ് നമ്മൾ കോളേജ് വെച്ച് കാണിക്കാതെ ഇവിടെ വെച്ച് റിവീൽ ചെയ്യാന്ന് വിചാരിച്ചത്. ഓക്കെ, then show me. സോംബി അല്ല സാർ, റോബോട്ട്. ഇവിടെ കാണിക്കാനാടാ പറഞ്ഞത്. ബെന്നി, കോൾ. Calling Muttu, the robot. I am Muttu, the robot. Speed 1 terabyte, memory gigabyte, dundaka. രണ്ടെണ്ണൊക്കെയോ? പ്രൊസസറിന്റെ സാർ. ഇത് എന്തിനം പോലെയാണോ? എന്തിനെ പോലല്ല, പക്ഷെ എന്തിനോ ആണിത് ഇല്ലടാ. സാറിന് വേണേ അവന്റെ ഐക്യു ടെസ്റ്റ് ചെയ്യാം. ഐക്യു വേണ്ട, ഞാൻ ചോദിച്ചോളാം. ജനിച്ചു വീരുന്ന കുട്ടി എന്തുകൊണ്ടാണ് അമ്മയെന്ന് വിളിച്ച് കരയുന്നത്? അച്ഛനാരാ സംശയമായിരിക്കും. ആയിരിക്കും സാർ, എനിക്കുണ്ടായിരുന്നു സംശയം. ഒരാൾ 40 ഡിഗ്രി കുനിഞ്ഞു, ഒരാൾ 60 ഡിഗ്രി കുനിഞ്ഞു. ഇവര് അമ്മയുള്ള ഏരിയ എത്രയാണ്? എന്തിനാണ് സാർ കുനിയാൻ പോയത്? കുനിയാൻ മർമ്മടിച്ചുകൊണ്ടൊന്നും നടല്ലേ?
വൗ, I am impressed. നമുക്ക് ഇനി നാളെ തന്നെ ലാബിലേക്ക് തുമ്മുന്ന റോബോട്ട്. ഇതാരാ? നമ്മുടെ കോളേജിലെ ക്യാൻറ്റീനിലെ സുമേഷ് അണ്ണന്റെ മോൻ. സാർ ഇത് ഡെമോ ആണ്, ഒറിജിനൽ പണിഞ്ഞോണ്ടിരിക്കുകയാണ്. ആര്? സുമേഷ് അണ്ണനെ? ആ യു ബോത്ത് ആർ സസ്പെൻഡഡ്. സുമേഷ്